ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേബുക്ക് ചിദംബരം. അപ്പോൾ 2025 കഴിഞ്ഞ് 2026 ജനുവരി 1. അപ്പോൾ എല്ലാവരും പുതുവർഷമൊക്കെ ആഘോഷിച്ച് അടിപൊളി സെറ്റായിരിക്കണേ. അപ്പം നമ്മളെ ഈ വർഷത്തെ പുതിയൊരു വീഡിയോ നമ്മൾ ഇടുകയാണിന്ന്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസിൻ്റെ ലൈക്കും കമൻറ്റും പിന്നെ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാത്ത ആളുകൾ സ്കിപ്പ് ചെയ്ത് പോവാതെ, അതായത് നമ്മളെ വീഡിയോ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ദെൻ നമ്മളെ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മളെ കൂടുതലായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നേരെ പോകാം. കാരണം ഈ ചെടികൾ പൂക്കളൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് പൊതുവെ ഒരു വിശ്വാസം, അല്ലേ? കളറ് കാണുമ്പോഴും നമുക്ക് ഏതൊരു ചെടി കാണുമ്പോഴും അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും കുറേ ചെയ്യാറുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ വീട്ടിലുണ്ടായ ഒരു ചെടീനെ പറ്റിയിട്ടാണ്. പൊതുവേ എല്ലാവരുടെ വീടുകളിലും കാണാവുന്ന ഒരു ചെടിയാണ് എങ്കിൽ പോലും അത് പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാനുണ്ടാകുന്ന ആ ഭംഗി അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ ആരും ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ നിങ്ങൾ കാണുന്ന ചാനലിൻ്റെ റൈറ്റ് സൈഡിലെ ബട്ടൺ പ്രസ് ചെയ്തൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. മുസാൻഡ ചെടികളിലെ വെളുത്ത ഇനം അഥവാ വൈറ്റ് മസാൻഡ പൂന്തോട്ടങ്ങൾക്ക് ഏറെ മിഴിവേകുന്ന ഒരു അലങ്കാര ചെടിയാണ്. ഇതിന്റെ യഥാർത്ഥ പൂക്കൾ ചെറുതും മഞ്ഞ നിറത്തിലുള്ളതുമാണെങ്കിലും പൂവിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിപ്പമേറിയ വെളുത്ത ദളങ്ങളാണ് സീപ്പൾസ് ഈ ചെടിയെ മനോഹരമാക്കുന്നത്. വർഷം മുഴുവൻ പൂത്തുനിൽക്കുന്ന ഈ സസ്യം പേപ്പർ ഫ്ലവർ എന്നും അറിയപ്പെടാറുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നന്നായി വളരുന്ന ഇവയ്ക്ക് മിതമായ നനവും നല്ല നീർവാർച്ചയുള്ള മണ്ണും അത്യാവശ്യമാണ്. കമ്പുകൾ കോതി നിർത്തിയാൽ ആകർഷകമായ ആകൃതിയിൽ വളർത്താൻ സാധിക്കുമെന്നതിനാൽ വീടിന് മുൻവശത്തെ ലാൻഡ്സ്കേപ്പിംഗിന് വൈറ്റ് മസാൻഡ മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്. മസാൻഡ ചെടികൾ മികച്ച രീതിയിൽ വളരുന്നതിനായി നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണും അത്യാവശ്യമാണ്. ചെടിയുടെ കമ്പുകൾ മുറിച്ചു നട്ടുകൊണ്ടാണ് സാധാരണയായി ഇവ വംശവർദ്ധനവ് നടത്തുന്നത്. നടുമ്പോൾ മണ്ണിൽ അല്പം മണലും ജൈവവളവും ചേർക്കുന്നത് വേരുകൾ വേഗത്തിൽ പിടിക്കാൻ സഹായിക്കും. തുടർച്ചയായി പൂക്കൾ ഉണ്ടാകാൻ കൃത്യമായ ഇടവേളകളിൽ നനയ്ക്കുകയും മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നൽകി വളപ്രയോഗം നടത്തുകയും വേണം. ചെടി അമിതമായി വളർന്നു പന്തലിക്കാതിരിക്കാനും കൂടുതൽ ശാഖകളുണ്ടാകാനും പൂക്കാലം കഴിയുമ്പോൾ കൊമ്പുകോതി നിർത്തുന്നത് പ്രൂണിംഗ് നല്ലതാണ്. കീടങ്ങളുടെ ആക്രമണം കുറവാണെങ്കിലും ചെടിയുടെ ആരോഗ്യത്തിനായി ഇടയ്ക്കിടെ ഇലകൾ പരിശോധിക്കുന്നതും നനഞ്ഞ മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുന്നതും ചെടി ദീർഘകാലം നിലനിൽക്കാൻ സഹായിക്കും. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സ്ഥിരം പറയുന്നവരൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.